ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. അയാൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. എന്താണ് അയാളുടെ ഇപ്പോഴത്തെ ഫീലിംഗ്? അയാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. എന്നാൽ 6 ഓഫ് വാൻഡ് ആണത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അയാളുടെ കറണ്ട് ഫീലിംഗ് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് മനസ്സിൽ അയാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അയാളുടെ കറണ്ട് ഫീലിംഗ്? അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി. നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാം. എന്തുകൊണ്ടാണ് ക്വീൻ ഓഫ് സ്വോർഡ്സ്? നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്, ടവറാണ്, സണ്ണാണ്, 6 ഓഫ് കപ്സ് ആണ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, 4 ഓഫ് സ്വോർഡ്സ്, ഡബിൾ ആൻഡ് 8 ഓഫ് സ്വോർഡ്സ് ആണ്. ബോട്ടം വന്നിട്ട് ചാരിയറ്റ് എനർജിയാണ്. ആക്ച്വലി ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അയാളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണുള്ളത്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെയുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണത്. അയാൾക്ക് നിങ്ങളിലേക്ക് വരാൻ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു തടസ്സമാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയാണ്, ഒരു ആളായിട്ട് തന്നെ കാണുന്നുണ്ട്, ഒരു ഡബിൾ എനർജി ആയിട്ട് തന്നെ അത് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ആൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡാണ് കാണുന്നത്. സൺ കാർഡ്, 2 ഓഫ് കപ്സ് ഉണ്ട്, 6 ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചാരിയറ്റ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടും അതുപോലെ സോൾമേറ്റ് കണക്ഷനായിട്ടുമാണ് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിനെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എന്ത് കാരണം കൊണ്ടാണ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അയാൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയപ്പോൾ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, അയാൾ എത്ര ആഗ്രഹിച്ചിട്ടും അയാൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാനും സാധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഇപ്പോഴും അയാൾ ആ പഴയ ഓർമ്മകളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാൾ ഇപ്പോഴും തിരിച്ച് നിങ്ങൾ ചെല്ലും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ ക്വീൻ ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ അയാൾക്കുണ്ട്. അയാൾക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട്. നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങിൽ അയാൾ നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വോർഡ്സിലേക്കാണ് ഈ ക്വീൻ ഓഫ് സ്വോർഡ് നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? നിങ്ങളുടെ ദേഷ്യം എന്തിനാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് മുഖം തിരിഞ്ഞ് നിൽക്കുന്നതെന്നാണ് അയാളുടെ ചോദ്യം. അത് ഓർക്കുമ്പോഴൊക്കെ അയാൾക്കൊരു ടവറാണ് മനസ്സിൽ വരുന്നത്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, അതുണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ ഒക്കെ ആയിരിക്കും അയാൾക്ക് ഓർമ്മ വരുന്നത്. ചിലപ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന ചില ഓർമ്മകൾ അയാളുടെ മനസ്സിലുണ്ടായിരിക്കും. ചിലപ്പോൾ പറഞ്ഞുപോയ ചില വാക്കുകൾ, അല്ലെങ്കിൽ കടന്നുപോയ ചില മൊമെൻറ്റ്സ് എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു എന്ന് അയാളിപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നിമിഷം നിന്ന് ആലോചിക്കുമ്പോഴും അവിടെ ടവർ കാണുന്നുവെങ്കിൽ അതിനർത്ഥം അയാളും നിങ്ങളും ഒരുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പോഴും അയാൾക്കത് ഓർമ്മയുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് സൺ കാർഡ് പറയുന്നത് അയാൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ്, ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ്. അയാൾ ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, റീ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ സൺ കാർഡ് പറയുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയിരുന്നായിരിക്കും. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ചില സമയങ്ങളിൽ വഴക്കുണ്ടാക്കി ശരിക്കും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള രീതിയിൽ എൻ്റെ പൈപ്പ് റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള റിലേഷൻഷിപ്പുകളായിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ പല പ്രാവശ്യം എൻ്റെ പാവുകയും ഓപ്പൺ അപ്പ് ആവുകയും ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പുകളായിരിക്കാം നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും നിങ്ങൾ തിരിച്ച് അയാളിലേക്ക് തന്നെ ചെല്ലും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ് പറയുന്നത് അയാൾ പാസ്റ്റിലെ നൊസ്റ്റാൾജിക് മെമ്മറീസിൽ ഇരിക്കുന്നു എന്നാണ്. അയാൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷം, നൊസ്റ്റാൾജിക് ഫീലിങ്സ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾക്കിടയിൽ
സോൾമേറ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാർമിക് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പെയിൻഫുൾ ആയിട്ടുള്ള പല സാഹചര്യങ്ങളിൽ കൂടെയും പോയിട്ടും പല പ്രാവശ്യം എൻഡപ്പായിട്ടും റീഗെയിൻഡ് ആയിട്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ പല പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കാം. ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്, അതുപോലെ ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ കട്ടയ്ക്ക് നിന്ന് ആർഗ്യൂ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ചില സാഹചര്യങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് ഇയാൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ്. നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ടുള്ള പല വാക്കുകളും അയാളെ എപ്പോഴും വൂണ്ടാക്കിയിട്ടുണ്ട്. അയാളുടെ ഹീലാവാത്ത വൂണ്ടുകൾ അയാളെ പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. ഒരു നിമിഷം റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണമെന്നും നെക്സ്റ്റ് മൊമെൻറ്റിൽ വേണ്ടാന്നും തോന്നുന്ന വിധം അയാൾ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണുന്നത്. ദെൻ 2 ഓഫ് കപ്സ് ഈ പറഞ്ഞ പോലെ ഏറ്റവും സ്ട്രോങ് ആൻഡ് ഇന്നേറ്റ് അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ചേർന്നിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പരസ്പരം അകന്നു പോയപ്പോഴായിരിക്കും ഒരുപക്ഷെ അയാൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത്. ഈ കപ്പ് 2 ഓഫ് കപ്പിൽ 2 കപ്പുകൾ ഓരോരുത്തരും കപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്ന കാലത്തുണ്ടായിരുന്ന ആ ഒരു സൂത്ത്നെസ്, ആ ഒരു ഭയങ്കരമായ സന്തോഷം ഇപ്പോൾ അയാൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണുള്ളത്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് കാണുന്നുണ്ട്. പക്ഷേ അയാൾ അവിടെ ഹാപ്പിയല്ല. വളരെ സ്ട്രോങ് ആണ് ആ റിലേഷൻഷിപ്പ്, പക്ഷേ അയാൾ അവിടെ ഹാപ്പിയല്ല. അതായത് അയാളെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡെവിലിഷ് എനർജി ഉള്ള ഒരു ആളായിട്ട് തന്നെയാണ് ആ തേർഡ് പാർട്ടി കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഹാപ്പി ആയിട്ട് കാണുന്നില്ല. അയാൾ അവിടെ 8 ഓഫ് സ്വോർഡ്സ് എന്ന എനർജിയിലാണ്. അയാൾ ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അയാളുടെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിലും 8 ഓഫ് സ്വോർഡ് അയാൾ ട്രാപ്പിലായിപ്പോയി എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. ഒന്നും ചെയ്യാൻ അയാൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഈ 2 ഓഫ് കപ്പ് പറയുന്നത് ഇയാൾ ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്ന അതേ സൂത്ത്നെസ് വേണം, സ്മൂത്തായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആ കപ്പ് ഓഫ് ലവ് നിങ്ങളോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഒരു 4 ഓഫ് സ്വോർഡ് കാണിക്കുന്നത് ഇയാൾ ഇനാക്റ്റീവാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓഫ് കോഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഇയാളുടെ ചിന്തകൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയാൾ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇയാൾക്കുണ്ടാവില്ല. കാരണം ഇവിടെ 8 ഓഫ് സ്വോർഡ് എന്നൊരു എനർജി ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലായാലും അയാൾ അവിടെ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോടും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളോട് അയാൾക്കുള്ളതായിട്ട് കാണുന്നുണ്ടാവില്ല. മറ്റേ ആളോടും വളരെ സ്ട്രോങ് ആയിട്ടാണെങ്കിൽ പോലും അയാൾക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റസിലൂടെയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഒരു തീരുമാനം എടുക്കാനോ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനോ പറ്റാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. വളരെ ഡെവിൽഷ് എനർജി ഉള്ള ഒരാളാണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അയാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെയും കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ട്രാപ്പിലായിപ്പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇവർ തമ്മിൽ നല്ല കോംബോ ഒക്കെ ആയിരിക്കും. പക്ഷേ അവിടെ നിങ്ങളുടെ പേഴ്സൺ പേടിച്ച് നിൽക്കുന്ന പോലെ, അഡിക്റ്റായി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ വല്ലാതൊരു ട്രാപ്പിൽ പെട്ടതുപോലെ തന്നെയാണ് കാണുന്നത്. ഇത് ഈ സെയിം അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾ ട്രാപ്പിലായിപ്പോയി, അയാൾക്ക് ആ സെൽഫ് ബൗണ്ടായി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അയാൾക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഉള്ളത്. ബോട്ടം നിൽക്കുന്ന ചാരിയറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ഇടം തിരിഞ്ഞ് നിൽക്കുന്ന, നിങ്ങൾ ചിലപ്പോൾ ഡിറ്റാച്ചഡ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ടാവും. മേ ബി ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ആയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ആയി പോയി എന്ന് നിങ്ങൾ ഭാവിക്കുന്നത്. പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ആയി പോയിട്ടുള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങൾ മൂവ് ഓൺ ആയി എന്നാണ് അയാളും വിചാരിക്കുന്നത്. അയാൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മൂവ് ഓൺ ആയി പോകുന്നത്, എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കാണുമ്പോഴൊക്കെ അയാൾക്ക് മനസ്സിൽ വല്ലാത്തൊരു ടവർ മൊമെൻറ്റ് വരുന്നുണ്ട്. ചിലപ്പോൾ ഏതൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ എത്ര ഹെവി പെയിനിലൂടെ നിങ്ങൾ കടന്നു പോയോ അതേ പെയിനിനെ ഇപ്പോഴും അയാൾ ഓരോ പ്രാവശ്യം നിങ്ങളെ കാണുമ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ടവർ മൊമെൻറ്റ് പറയുന്നത്. ഫ്രീക്വൻ്റ്ലി ഈ ടവർ മൊമെൻറ്റ്, ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിരിച്ചടി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹെവി ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിലേക്ക് അയാൾ വരുന്നു എന്നാണ്. പലപ്പോഴും ഫ്രീക്വൻ്റ്ലി ഇയാൾ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിലൂടെ വരുന്നുണ്ട്. അതായത് നിങ്ങളില്ല എന്നറിയുന്ന ഓരോ നിമിഷം അയാൾ പെയിൻഫുൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അയാൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ് പറയുന്നത്.
ഇതിൽ തിരിച്ച് വരണം എന്ന്, ഇനി ഒരുപക്ഷെ പൂർണ്ണമായും എൻ്റെ പൈ പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്, പക്ഷേ അയാളുടെ മനസ്സിൽ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ 2 കാരണമാണ് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകാതിരിക്കാനായിട്ട് കാണുന്നത്. ഒന്ന്, ഒരു വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും, 2, ഇയാൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോവുകയും ഓൺ ആൻഡ് ഓഫിലൂടെ പോവുകയും ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ വീണ്ടും തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ കൊണ്ട്, പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം അവിടെ ഒരു വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ഈ ചാരിയറ്റ് എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, പക്ഷേ അയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അയാൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്നറിയില്ല, എങ്കിലും കുറച്ച് ക്ലൂസ് പറഞ്ഞുതരാം. പേര് സ്പെല്ലിങ്സ് പറയാം. SDECPTC വീണ്ടും SC, ഇത്രയാണ് സ്പെല്ലിങ്സ് പറയാനുള്ളത്. നമ്പേഴ്സ് പറയാം. 7, 13, 12, 16, 19, 6, 2, 4, 15 ആൻഡ് 8. കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ആർക്കൊക്കെ കൂടി റെസണേറ്റ് ആവുമെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? 47 ഇയേഴ്സ് ആണേ. 47, കോഴിക്കോട്, ആലപ്പുഴ, വി എന്ന അക്ഷരം വന്നിട്ടുണ്ട്, വി. ദെൻ 16th ഡേറ്റ് ആണ്, 16, 16. ദെൻ 31 ഇയേഴ്സ് ആണ്, 31 ഇയേഴ്സ്. ദെൻ 18th വന്നിട്ടുണ്ട്, 1995 വന്നിട്ടുണ്ട്. ദെൻ ഒക്ടോബർ എന്ന് വന്നിട്ടുണ്ട്. മേ ബി ഒക്ടോബറിലായിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയത്, അല്ലെങ്കിൽ ഒക്ടോബറിലായിരിക്കും നിങ്ങളുടെ റീയൂണിയൻ. 24th ഡേറ്റ് ആണ്, 24th. 21st ഡേറ്റ് ആണ്. ദെൻ M എന്ന അക്ഷരം വന്നിട്ടുണ്ട്, M. ദെൻ മെയ് എന്ന മന്ത് വന്നിട്ടുണ്ട്, മെയ്. ദെൻ 27 ഇയേഴ്സ്. ദെൻ 45 ഇയേഴ്സ്. 5th ഡേറ്റ് ആണ്, 5th. ദെൻ 1st ഡേറ്റ് ആണ്, 1st ഓഫ് എ മന്ത് ആണ് കേട്ടോ. ദെൻ 2003. ഇത്രയാണ് ക്ലൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂസിലുള്ളവർക്ക് കുറച്ച് കൂടുതൽ റെസൊണേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഇതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം എടുക്കുക. അതിൽ പോസിറ്റീവായിട്ടുള്ള എനർജീസ് മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കരുത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവത്തില്ല. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.